അടുത്തത് BRM ഷഫീർ അവർ. സമാദരണീയ അധ്യക്ഷൻ, ഐക്യജനാധിപത്യ മുന്നണിയുടെ ചെയർമാൻ പ്രിയപ്പെട്ട ശ്രീ മുരളീധരൻ നമ്പൂതിരി ഉൾപ്പെടെ ഈ പ്രൗഢമായ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് കേരളത്തിൻ്റെ നിലാചന്ദ്രൻ അയാൾ കമ്മ്യൂണിസ്റ്റാ? പൊട്ടട്ട് അങ്ങനെ പോവല്ലേ? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നേതാവിനും അപ്പുറം ആത്മീയ കൈരളിയുടെ യുവചൈതന്യമായ പാണക്കാട് ശിഹാബ് തങ്ങളുടെ പ്രിയങ്കരനായ മകൻ, മുൻ യൂത്ത് ലീഗിൻ്റെ അധ്യക്ഷൻ, ഞങ്ങളുടെ ചെറിയ തങ്ങൾ മുനവർ അലി തങ്ങളാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. KPCCയുടെ വൈസ് പ്രസിഡന്റ് ശ്രീമതി രമ്യ ഹരിദാസ് XMP ഉൾപ്പെടെ എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരൻ KPCCയുടെ ജനറൽ സെക്രട്ടറി ജയന്തേട്ടൻ ഉൾപ്പെടെ ഈ നാടിൻ്റെ ജനമനസ്സ് തിരിച്ചറിഞ്ഞ കേരളത്തിലെ ഏറ്റവും ജനകീയനായ MP രാഘവേട്ടൻ ഉൾപ്പെടെ നിരവധി നേതാക്കന്മാർ ഇനി പ്രസംഗിക്കാനുണ്ട്. ബാലുശ്ശേരിയിലെ ജനസഹസ്രങ്ങളിലേക്ക് നിങ്ങളൊന്ന് വെറുതെ ഒന്ന് നോക്ക്. 1990കളിലും 80കളിലും രാഷ്ട്രീയ പൊതുയോഗത്തിന് പോകാൻ മക്കളെയും ഭാര്യയെയും കുടുംബത്തെയും കൂട്ടി ഉത്സവത്തിന് പോകുന്ന പോലെ പോകുന്ന അന്നത്തെ തലമുറയുടെ ഇന്നത്തെ പതിപ്പാണ് ഈ ബാലുശ്ശേരിയിലെ മൈതാനിയിൽ തടിച്ചുകൂടി നിൽക്കുന്നത്. ഇതിവിടത്തെ മാത്രം ചരിത്രമല്ല. ഇടത് കോട്ടയായ തൃക്കരിപ്പൂരിൽ ജനസാഗരം, ഇടത് കോട്ടയെന്ന് അവകാശപ്പെടുന്ന തളിപ്പറമ്പിൽ ജനകീയ മുന്നേറ്റം, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തി ദുർഗം എന്നവർ വിശേഷിപ്പിക്കപ്പെടുന്ന രക്തസാക്ഷികളുടെ ചോരയിൽ ചവിട്ടിയ പയ്യന്നൂരിൽ ഗാന്ധി മൈതാനിയിലേക്ക് ബഹുമാന്യ പ്രതിപക്ഷ നേതാവ് കടന്നു വരുമ്പോൾ 10,000-കണക്കിന് വരുന്ന ജനാവലി കൂടുതലും മാർക്സിസ്റ്റുകളും കൂടി അണികളായി. കോഴിക്കോട് ജില്ലയിൽ നാദാപുരത്തും കുറ്റ്യാടിയിലും വടകരയിലും ഏറ്റവും അവസാനം കൊയിലാണ്ടിയിലുമെല്ലാം പിന്നിട്ട് ഇന്നിവിടെ ഈ ജാഥ സമാപിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങളോട് ഞാൻ ആവർത്തിച്ചു പറയുന്നു: കോൺഗ്രസിന് ഇപ്രാവശ്യം 5-ൽ കൂടുതൽ MLA-മാർ കോഴിക്കോട് ജില്ലയിൽ നിന്നുണ്ടാകും. ഐക്യജനാധിപത്യ മുന്നണിക്ക് 10-ൽ കൂടുതൽ MLA-മാർ ഈ ജില്ലയിൽ നിന്നുണ്ടാകും. ഇവിടത്തെ ഭൂരിപക്ഷം കൊണ്ട് കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി ഏറെ മുന്നോട്ട് പോകും. അതിന് ബാലുശ്ശേരി തൂക്കണം. ബാലുശ്ശേരി തൂക്കണം. ആര് മത്സരിച്ചാലും നേതാക്കന്മാരും പ്രവർത്തകന്മാരും സഹപ്രവർത്തകരും തോളോട് തോൾ ചേർന്നുകൊണ്ട് ഇഴ ചേർന്ന് നിന്നുകൊണ്ട് ഇപ്രാവശ്യം തീരുമാനിക്കണം, ബാലുശ്ശേരി പിടിക്കണം. ഇവിടെ എത്ര മെമ്പർമാരെയാണ് ആദരിച്ചത്? 100 കണക്കിന് മെമ്പർമാരെ ആദരിച്ചു. അവരുടെ വാർഡുകളിൽ ഇറങ്ങി ഒരു തവണ ഒന്ന് വോട്ട് പിടിച്ചാൽ ഇപ്രാവശ്യം ഐക്യജനാധിപത്യ മുന്നണി ബാലുശ്ശേരി പിടിച്ചെടുക്കും. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് ഭരണമാറ്റം? കേരളത്തിലെ ഏറ്റവും വലിയ ഇടത് ചിന്തകനാണ് ശ്രീ വൈശാഖൻ. കേരളത്തിലെ ഏറ്റവും വലിയ ഇടത് ചിന്തകന്മാർ ഇന്നിപ്പോ സാറാ ജോസഫ് ഉൾപ്പെടെ അവർ പറയുകയാണ്, തുടർഭരണം പാടില്ല. തുടർഭരണം ബംഗാൾ പോലെ CPM-നെ ഇല്ലാതാക്കും. ഒരു പ്രാവശ്യം കോൺഗ്രസ് മുന്നണി അധികാരത്തിൽ വരണം.
സച്ചിദാനന്ദൻ പറയുന്നു തുടർ ഭരണം പാടില്ല, കാരണം പാർട്ടി അഹങ്കാരത്തിന്റെ നെറുകയിൽ കയറും. ബംഗാൾ പോലെ ഉപ്പുവച്ച കലം പോലെ ദ്രവിച്ചു തീരും. തീരാതിരിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ഇപ്രാവശ്യം UDF വരിക. എൻ്റെ പ്രസംഗം ബാലുശ്ശേരി അങ്ങാടിയിൽ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് മാറ്റി നിൽക്കുന്ന ഒറിജിനൽ കമ്മ്യൂണിസ്റ്റുകളോടാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടി കേരളത്തിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ് ഇന്ത്യയിൽ കേരളത്തിലെങ്കിലും അവശേഷിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ബംഗാളിലെ പോലെ CPM-ഉം CPM-ന്റെ കമ്മിറ്റികളും ഓഫീസും ഒന്നടങ്കം BJP ആകുന്നത് കാണാതിരിക്കണമോ? ഒറ്റ വഴിയേ ഉള്ളു സഖാക്കളെ. അരിവാൾ ചുറ്റുക നക്ഷത്രത്തിന്റെ ലേബൽ നെഞ്ചിലൊട്ടിക്കുക, അരിവാൾ ചുറ്റുക നക്ഷത്രത്തിന്റെ കൊടിയെടുക്കുക, അരിവാൾ ചുറ്റുക നക്ഷത്രത്തിന്റെ ആളുകൾ പിടിക്കുന്ന വണ്ടിയിൽ കയറുക, അരിവാളിന്റെ ആളുകൾ വിളിച്ചു തരുന്ന മുദ്രാവാക്യം ഏറ്റു വിളിക്കുക, ഇറങ്ങുക. ബൂത്തിന്റെ പുറത്തിരിക്കുന്ന CPM വോളണ്ടിയറോട് ഹായ് എന്ന് പറയുക, അകത്തു കയറുക. അകത്ത് 2 ബൂത്ത് ഏജന്റുമാർ ഇടതുപക്ഷത്തിന്റെ തിരിപ്പുണ്ട്, അവരെടുത്തതാ കയറ്റിത്തരാം എന്നുള്ള രീതിയിൽ ഇപ്പൊ ശരിയാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിക്കുക. എന്നിട്ട് നേരെ വരിക. കൈപ്പത്തിയാണെങ്കിൽ കൈപ്പത്തി, കോണിയാണെങ്കിൽ കോണി, UDF-ന് കുത്തുക. ഒറ്റ വഴിയേ ഉള്ളൂ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കാൻ. ഇപ്രാവശ്യം ഐക്യജനാധിപത്യ മുന്നണി വോട്ട് ചെയ്യുക. ഇനി UDF-കാരോടാണ്, ആണുങ്ങളെപ്പോലെ അന്തസ്സുള്ളവരായി നാട്ടിലിറങ്ങുമ്പോൾ നേതാക്കന്മാരെന്ന ബഹുമാനവും അഭിമാനവും നിങ്ങൾക്കുണ്ടാവണോ? നാട്ടിലും വീട്ടിലും വിലയുണ്ടാവണമോ? ഒറ്റ വഴിയേ ഉള്ളൂ. ഇപ്രാവശ്യം എല്ലാം മറന്ന് ഐക്യജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ബൂത്തുകളിൽ ഇറങ്ങി പണിയെടുക്കാൻ നിങ്ങൾ തയ്യാറാവുക. വിജയം അരികിൽ അരികിൽ അരികിലാണ്. എന്തുകൊണ്ടാണ്? നിങ്ങൾ നോക്കൂ, ഇതുപോലെ അഹങ്കാരമുള്ളൊരു ഗവൺമെന്റ് വേറെയുണ്ടോ? നേരത്തെ നിതേഷ് അരവിന്ദ് പ്രസംഗിക്കുന്നത് കേട്ടു. രക്തസാക്ഷികൾ അമരന്മാർ. കാട്ടാക്കട മുരുകൻ അല്പം കൂടി കടത്തിയാണ് പാടിയത്. ആ പാട്ടിങ്ങനെയാണ്: അവനവനു വേണ്ടിയല്ലാതെ അപരന്നു ചുടുചോര ഊറ്റി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി, രക്തസാക്ഷി, രക്തസാക്ഷി. ആരാണ് മരിച്ചത്? ധനരാജൻ. ആരാണ് പണം പിരിച്ചത്? CPM-ന്റെ പയ്യന്നൂരിന്റെ ഏരിയ കമ്മിറ്റി. ആരാണ് പണം പിരിച്ചത്? കമ്മിറ്റി. ആരാണ് പണം കൊള്ളയടിച്ചത്? മധുസൂദനൻ. മധുസൂദനൻ. ഏത് പാർട്ടി? CPIM. ഏത് കൊടി? ചെങ്കൊടി. എന്താ മുദ്രാവാക്യം? രക്തസാക്ഷികൾ അമരന്മാർ, അമരന്മാർ അവർ ധീരന്മാർ, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. ആരാണ് പണം മോഷ്ടിച്ചു എന്ന് കണ്ടെത്തിയത്? കുഞ്ഞികൃഷ്ണൻ. കുഞ്ഞികൃഷ്ണൻ. കുഞ്ഞികൃഷ്ണൻ ഏത് പാർട്ടി? CPM. കുഞ്ഞികൃഷ്ണൻ പിടിക്കുന്ന കൊടി ഏത്? മധുസൂദനൻ പിടിച്ച കൊടി, മധുസൂദനന്റെ കൊടി. കുഞ്ഞികൃഷ്ണൻ ഏത് മുന്നണി? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. കുഞ്ഞികൃഷ്ണന്റെ കൊടിയുടെ നിറമേത്? ചുമന്ന ചെഞ്ചോര ചുമന്ന കൊടി. കുഞ്ഞികൃഷ്ണന്റെ കൊടിയും മധുസൂദനന്റെ കൊടിയും ഒന്നാകുമ്പോൾ ആരാണ് ചെങ്കൊടിയുടെ ഉടമസ്ഥൻ? പിണറായി കൽപ്പിച്ചു, ഗോവിന്ദൻ കൽപ്പിച്ചു. കട്ടവനെ കണ്ടെടുത്തവൻ പാർട്ടിക്കകത്ത് വേണ്ട. കട്ട മധുസൂദന, നിങ്ങളാണ് പാർട്ടി. മധുസൂദനൻ കമ്മ്യൂണിസ്റ്റാണ്. എന്നാൽ കളവ് കണ്ടുപിടിച്ച കുലംകുത്തിയായ, കരിങ്കാലിയായ, പാർട്ടി വിരുദ്ധനായ, പാർട്ടിയുടെ ശത്രുക്കളുടെ കൈക്കോടാലിയായ കുഞ്ഞികൃഷ്ണൻ ഈ പാർട്ടിയിൽ അംഗമല്ല. ഇതാണ് പാർട്ടി. നിങ്ങൾ എന്തുകൊണ്ടാണ് തോറ്റതെന്ന് സഖാക്കൾക്ക് അറിയോ? ഇതുകൊണ്ടാണ് തോറ്റത്. നിങ്ങൾ ഇതുകൊണ്ടാണ് തോറ്റ് തൊലഞ്ഞത്. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ്. തിരുവനന്തപുരത്ത് ആശാ വർക്കർമാർ 378 ദിവസം സമരം ചെയ്തു. ആരാ ആശകൾ? കമ്മ്യൂണിസ്റ്റുകളാണ് കൂടുതലും. ആരാണ് ആശകൾ? അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് വോട്ട് പിടിക്കാൻ വീട് കയറുന്ന സഹോദരിമാർ. ആരാണ് ആശകൾ? പഞ്ചപാവങ്ങൾ. ആരാണ് ആശാ വർക്കർമാർ? വയറൊട്ടിക്കൊണ്ട് സാരി വലിച്ചു മുറുക്കി വിയർത്തൊലിച്ചുകൊണ്ട് വീടുകൾ തോറും കയറിയിറങ്ങി സർക്കാരിന്റെ നയം കൊടുക്കുന്നവർ. ആശകൾ കമ്മ്യൂണിസ്റ്റാ. ആ ആശകൾ സമരം ചെയ്തു.
എന്തിനാണെന്നറിയോ സമരം? വർഗവിപ്ലവത്തിന് വേണ്ടിയിട്ടല്ല. അവർ പറഞ്ഞ എത്രയാണ്? 232 രൂപയുടെ ഡെയിലി വേജൻസ്, അതൊന്ന് 250 രൂപയാക്കി തരണം സർക്കാരെ. എത്ര? 232 രൂപയുടെ വേതനം 250 ആക്കണം. ന്യായമായ സമരം. 278 ദിവസം ഹജൂർ കച്ചേരിയുടെ മുമ്പിൽ സമരം. പിണറായി ചർച്ചയ്ക്ക് വിളിച്ചില്ല. അവരുടെ സമരപ്പന്തൽ കയ്യേറി. സമരപ്പന്തലിന്റെ ടാർപോളിൻ പോലീസ് പിടിച്ചെടുത്തു. അവർ ഉപയോഗിച്ചിരുന്ന കൊച്ചു മൈക്രോഫോൺ പിടിച്ചെടുത്തു, കേസെടുത്തു. അവസാനം ആശാവർക്കർമാരായ കമ്മ്യൂണിസ്റ്റുകൾ സഹോദരിമാർ ആറ്റുകാൽ പൊങ്കാലയുടെ തലേ ദിവസം ഒരു കണ്ണകിയെ പോലെ മുടി അടിച്ചിട്ടു. കണ്ണകി ശപിച്ചതുപോലെ ഹജൂർ കച്ചേരിക്ക് നേരെ, പിണറായിയുടെ രാജകൊട്ടാരത്തിനു നേരെ വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു, തൊലഞ്ഞ് പണ്ടാറടങ്ങിക്കൊണ്ട് പോണേ. ശപിച്ചു. ആ ശപിച്ചതിന്റെ പിറ്റെന്നാണ് മകൾക്ക് സമൻസ് വന്നത്. അതിന്റെ പിറ്റെന്നാണ് രാജകുമാരിയുടെ അന്തപുരത്തിൽ തീ വീണത്. മലയാള മനോരമയുടെ ലേഖകൻ പത്രസമ്മേളനത്തിനിടയിൽ ശ്രീ പിണറായി വിജയനോട് ചോദിച്ചു, മുഖ്യമന്ത്രിയോട് ചോദിച്ചു, അവരെ ഒന്ന് സമരം ചെയ്യുന്നവരെ ഒന്ന് വിളിച്ചൂടെ? ഒരു 20 രൂപ കൂട്ടിക്കൊടുത്തൂടെ? കേവലം 20 രൂപ സഖാവിനൊന്ന് വിളിച്ചൂടെ? ഞാൻ ബാലുശ്ശേരിയിലെ സഖാക്കളോടും UDF പ്രവർത്തകരോടും പറയുന്നു, ഞങ്ങളുടെ ഉമ്മൻചാണ്ടി ആയിരുന്നെങ്കിലോ, ഞങ്ങളുടെ ജനകീയനായ ഉമ്മൻചാണ്ടിയാണ് മുഖ്യമന്ത്രിയെങ്കിലോ, ഞങ്ങളുടെ മനസ്സാകുന്ന മാണിക്യ കൊട്ടാരത്തിലെ മനസ്സുകൊണ്ട് മാണിക്യക്കല്ലായ ഞങ്ങളുടെ നായകൻ ശ്രീ ഉമ്മൻചാണ്ടി ആയിരുന്നെങ്കിലോ, ആ മുടിയിഴകൾ ഇങ്ങനെ തഴുകും, ഇറങ്ങി വരും. വിയോജിക്കുന്ന ആശാവർക്കർമാർക്കിടയിലേക്ക് ഇറങ്ങി വരും. ഇറങ്ങി സമരപ്പന്തലിൽ വന്നിട്ട് പോലീസിനോട് പറയും, മാറ്. അവരെ കാണും, അവരെ ചേർത്തൊന്ന് പിടിക്കും. ആ സഹോദരിയോട് ചോദിക്കും, ഞാൻ എന്ത് ചെയ്തു തരണം? ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത്? ഞങ്ങൾക്കൊരു 25 രൂപ കൂട്ടണം, അല്ലെങ്കിൽ 50 രൂപ കൂട്ടണം. സഖാവ്, നിങ്ങൾ ആലോചിക്കണം. ഉമ്മൻചാണ്ടി ചീഫ് സെക്രട്ടറിയെ വിളിച്ചിട്ട് ചോദിക്കും, 50 കൂട്ടാമോ? ചീഫ് സെക്രട്ടറി പറയും, പൈസയില്ല. എങ്കിൽ ഒരു 25 രൂപ കൂട്ടാം. ഉമ്മൻചാണ്ടി പറയും, ഒരു 40 രൂപ കൂട്ടിയിരിക്കുന്നു. 40 രൂപ കൂട്ടിയിരിക്കുന്നു. അവരെ ചേർത്ത് പിടിക്കും. അവർ സമരപ്പന്തലിൽ വെച്ച കഞ്ഞി ഉമ്മൻചാണ്ടി ചേർത്ത് പിടിച്ച് കുടിക്കും. അതാണ് ഉമ്മൻചാണ്ടി. മലയാള മനോരമയുടെ ലേഖകൻ പിണറായി വിജയൻ സർക്കാരിനോട് ചോദിച്ചു, സഖാവേ, അവരെ സമരത്തിന് ഒത്തീർപ്പാക്കാനൊന്ന് വിളിച്ചുകൂടെ? പത്രസമ്മേളനത്തിൽ രാജാവ് മുഖ്യമന്ത്രി കൊടുത്ത മറുപടി എന്താണെന്ന് ബാലുശ്ശേരിക്കാർക്ക് അറിയോ? ഇതായിരുന്നു ഉത്തരം. ഇങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ട്? ഈ പണ്ട് കാലത്ത് ക്ഷേത്രങ്ങളിലെ ബാലകളിൽ രാക്ഷസൻ ചിരിക്കുന്നൊരു ചിരിയുണ്ട്. പിണറായി, കേരളത്തിലെ മുഖ്യമന്ത്രി, പത്രക്കാരുടെ മുമ്പിൽ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞൊരു വാചകം, പൊടിയും തട്ടി എഴുന്നേറ്റ് പോകുന്നതാണ് നല്ലത്. പൊടിയും തട്ടി എഴുന്നേറ്റ് പോകുന്നതാണ് അവർക്ക് നല്ലത്. ഒരു ഒത്തുതീർപ്പുമില്ല, ഒരു ചർച്ചയുമില്ല. അവരെ എനിക്ക് കാണണ്ട. സഖാക്കളെ, ബാലുശ്ശേരിയിലെ സഖാക്കളെ, നിങ്ങൾക്കെന്നാണ് സമരം അലർജിയായിട്ട് മാറിയത്? എന്നാണ് നിങ്ങൾക്ക് സമരക്കാരോട് പുച്ഛം തോന്നിയത്? എന്നാണ് നിങ്ങൾക്ക് വിശന്നൊട്ടുന്നവനെയും മുദ്രാവാക്യം വിളിക്കുന്നവനെയും തെരുവുകളിൽ ആർത്തലച്ച് സമരം ചെയ്യുന്നവരും എന്നാണ് നിങ്ങൾക്ക് മാവോയിസ്റ്റുകളായിട്ട് മാറിയത്? എന്നാണ് നിങ്ങൾക്ക് വിരുദ്ധന്മാരായിട്ട് മാറിയത്? മുദ്രാവാക്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കമ്മ്യൂണിസ്റ്റുകളെ ഇത്ര അസ്വസ്ഥത? ആ അസ്വസ്ഥതയുടെ പേരാണ് അധികാരം. എന്താണ് പേര്? അധികാരം. രക്തസാക്ഷിയുടെ ബണ്ട് വെട്ടിക്കുന്നതും ആശാവർക്കർമാരുടെ സമരത്തിന് പൈസ കൊടുക്കാത്ത പിണറായി വിജയൻ ഒരു ദിവസം പത്രസമ്മേളനം വിളിച്ചിട്ട് പറഞ്ഞു, നമ്മൾ ചിലത് കൂട്ടുകയാണ്. ആ കൂട്ടുന്നതിൽ ചിലത് ജയിൽ പുള്ളികളുടേതാണ്. ജയിൽ പുള്ളികൾ പാവങ്ങളാണ്. അവരുടേത് 5 ഇരട്ടിയായിട്ട് കൂട്ടുകയാണ്. 100 രൂപയ്ക്ക് പണിയെടുക്കുന്ന പാവം ജയിൽ പുള്ളിക്ക് 500 രൂപ. 500 രൂപയ്ക്ക് പണിയെടുക്കുന്ന പാവം ജയിൽ പുള്ളിക്ക് 1500 രൂപ. നാണമില്ലേ സഖാവേ? ആർക്ക് വേണ്ടിയിട്ടാ? കൊടി സുനിക്ക് വേണ്ടിയിട്ട്. ആർക്ക് വേണ്ടിയിട്ടാ? രജീഷിന് വേണ്ടിയിട്ട്. ആർക്ക് വേണ്ടിയിട്ടാ? അണ്ണൻ സിജിത്തിന് വേണ്ടിയിട്ട്. ആർക്ക് വേണ്ടിയിട്ടാ? മുഹമ്മദ് ഷാഫിക്ക് വേണ്ടിയിട്ട്. ആർക്ക് വേണ്ടിയിട്ടാണ്? കാരാഗൃഹത്തിന് കിടക്കുന്ന
കമ്മ്യൂണിസ്റ്റ് സഖാക്കന്മാരുടെ ഗുണ്ടകൾ അവർ പറഞ്ഞു കൂട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ചിലത് വിളിച്ചു പറയും. അന്ന് കൂട്ടി. ആശാ വർക്കർമാരെ കൂട്ടിയില്ല. അപ്പോ ആശാ വർക്കർമാർക്കും വീട്ടിൽ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്കും ഇപ്പോൾ ഒരു പുതിയ ചിന്ത, ആരെങ്കിലും തട്ടിയിട്ട് ജയിലിൽ പോയാൽ അതുകൊണ്ടല്ല നന്നായിട്ട് തന്നെ കേരളത്തിൽ സമ്പാദിക്കാം. എങ്ങനെയാണ് നിങ്ങൾക്ക് എങ്ങനെയാകാൻ പറ്റുന്നത്? അവിടെയാണ് പ്രശ്നം. നിങ്ങളെല്ലാം കട്ടു, നിങ്ങൾ കട്ടു, നിങ്ങളുടെ മോള് കട്ടു, മരുമോൻ കട്ടു, മോന്റെ അമ്മായിയപ്പൻ കട്ടു, സകലവനും കട്ടു. കട്ട് 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 കേരളത്തിനെ മൊത്തവും നിങ്ങൾ കട്ടു. കട്ടെങ്കിലും കേരളം ക്ഷമിച്ചു. പക്ഷേ ആ ഒരു കള്ളമുണ്ടല്ലോ, ആ ഒരു കൊള്ള അത് സഹിക്കില്ല. കാരണം ലോകത്ത് ഇതുപോലൊരു അമ്പലം, ശബരിമല പോലൊരു അമ്പലം ലോകത്ത് വേറെയില്ല. എന്താണ് പ്രത്യേകത? ഒരു അമ്പലത്തിനകത്തു നിന്ന് ശരണമന്ത്രങ്ങൾ കേൾക്കുന്നതിൻ്റെ തൊട്ടു താഴെ തക്ബീറും ബാങ്കും കേൾക്കുന്ന ലോകത്തിലെ ഒരേ ഒരു അമ്പലം അയ്യനയ്യപ്പ സ്വാമിയേ. ഇത്രയുള്ള ബാലുശ്ശേരിക്കാർക്ക് ഇത്രയുള്ള. ഒന്നും കൂടെ ഞാൻ വിളിക്കും, ശരണം വിളിക്കും. അയ്യനയ്യപ്പ സ്വാമിയേ. സ്വർണം കട്ടത് ആരപ്പ. ഒന്നും കൂടെ പാട്. സ്വർണം കട്ടത് ആരപ്പ. സഖാക്കളാണ്. ഉടനെ രാജാവ് തിട്ടൂരമിറക്കി, ഇനി ഒരുത്തനും പാടരുത്. എന്താണ്? ഇനി കേരളത്തിൽ പാട്ട് നിരോധിച്ചിരിക്കുന്നു. ഒരുത്തനും പാടാൻ പാടില്ല, ഒരുത്തനും എഴുതാൻ പാടില്ല. എഴുതിയവനെ പിടിച്ചോണ്ട് വാ. അപ്പൊ പറഞ്ഞു ദുബൈയിലാണ്. എന്നാ കേസെടുക്ക്. കേസെടുത്തു. മാധ്യമ പ്രവർത്തകർ, സാമൂഹ്യ പ്രവർത്തകർ, കേരളത്തിലെ ബുദ്ധിജീവികൾ പിണറായി വിജയനോട് പറഞ്ഞു അപകടം. പാട്ടെഴുതിയവനെതിരായി, കഥ എഴുതുന്നവർക്കെതിരായി, നാടകം എഴുതുന്നവർക്കെതിരായി, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി പാടിയും പറഞ്ഞും നടിച്ചും നാടകം കളിച്ചും മുദ്രാവാക്യം വിളിച്ചും മുന്നോട്ട് പോയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോൾ പാട്ട് നിരോധിച്ചാൽ അപകടം. അവസാനം പാട്ട് നിരോധിക്കുന്നത് ഒഴിവാക്കി. എൻ്റെ ചോദ്യം, ആരാണ് സ്വർണം കട്ടത്? ബൈബിളിൽ ഒരു വാചകമുണ്ട്. കാനായിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയവൻ ആര്? യേശുദേവൻ. ആധുനിക കേരളത്തിൽ നല്ല കിലോ കണക്കിന് സ്വർണം ഒറ്റയടിക്ക് ചമ്പാക്കിയവൻ ആര്? ഒരു ക്ലൂ തരാം. BSന്റെ ഭാഷയിൽ ഒരു ക്ലൂ തരാം. വാസു. വാസു വാസു ഇറങ്ങി. ആരാ വാസു? പ്രൈവറ്റ് സെക്രട്ടറി. ആരാ വാസു? പഞ്ചായത്ത് പ്രസിഡന്റ്. എത്ര തവണ? 2 തവണ. ഏതാ ചിഹ്നം? അരിവാൾചുറ്റിക നക്ഷത്രം. എവിടെ നിന്ന്? കൊളക്കട നിന്ന്. ഏത് ജില്ല? കൊല്ലം ജില്ല. ഏത് പാർട്ടി? CPIM. ആരാ വാസു? പ്രൈവറ്റ് സെക്രട്ടറി. ആരുടെ പ്രൈവറ്റ് സെക്രട്ടറി? മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി. ഏത് മന്ത്രി? PK ഗുരുദാസൻ. ആര് വെച്ചോ? പിണറായി വെച്ചു. എന്തിനു വെച്ചു? BSനെ പണിയാൻ. BSന്റെ കൂടെ നിൽക്കുന്ന PK ഗുരുദാസനെ പണിയാൻ. എന്നിട്ടോ അത് കഴിഞ്ഞപ്പോൾ ആരാണ് കമ്മീഷണറാക്കിയത്? പിണറായി വിജയൻ. ആരാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയത്? പിണറായി വിജയൻ. വാസു എന്ത് കട്ടു? കട്ടള കട്ടു. എന്താണ്? കട്ടള കട്ടു. വാസുവിനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് SIT ഒന്ന് കുടഞ്ഞപ്പോ വാസു പറഞ്ഞു, ഞാൻ കട്ടള മാത്രമേ കട്ടിട്ടുള്ളൂ, മറ്റവനാണ് സകലതും കട്ടത്. ആര്? പപ്പനാണ് കട്ടത്. പപ്പൻ. ഏത് പപ്പൻ? പത്മകുമാർ. ഏത് പത്മകുമാർ? 2 തവണ MLA. ഏത് പത്മകുമാർ? ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം. ഏത് പത്മകുമാർ? പിണറായി വിജയന്റെ മനസാക്ഷിയായ മുൻ MLA പത്മകുമാർ. പത്മകുമാറിനെ ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞു, ഞാൻ ആ മുമ്പ് ഇരിക്കുന്ന ഏത് ദ്വാരപാലകനെ മാത്രമേ കട്ടിട്ടുള്ളൂ. ഒരല്പം കൂടി ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരു കൊച്ചു 1.5 കിലോയുടെ രുദ്രാക്ഷം. പിന്നെയോ പത്മകുമാർ പറഞ്ഞു, ഒരു 1.25 കിലോ വരുന്ന യോഗതുണ്ട്, അതെന്റെ മോൻ എടുത്തു കൊടുത്തിട്ടുണ്ട്. വീണ്ടും ചോദിച്ചു. അപ്പോ വാസുവും പത്മകുമാറും പറഞ്ഞു, മുരാരിയും കട്ടു. ആരാ മുരാരി? ദേവസ്വം എംപ്ലോയീസ് യൂണിയന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്. ആ മുരാരി എന്ത് കട്ടു? ശിവരൂപം കട്ടു. പിന്നെയോ യാളി രൂപം കട്ടു. പിന്നെയോ ഗണപതിയുടെ രൂപം കട്ടു.
പിന്നെയോ അഷ്ടദിക്പാലകന്മാരെ കണ്ടു, പിന്നെയോ ദശാവതാരം കണ്ടു, പിന്നെയോ ദേവന്റെ ഒന്നാമത്തെ പ്രഭാവലയം കണ്ടു, പിന്നെയോ ദേവന്റെ രണ്ടാമത്തെ വലിയ പ്രഭാവലയം അതും കണ്ടു, രുദ്രാക്ഷമാല കണ്ടു. അവസാനം ഈ പഹയന്മാർ ആ സ്വർണ്ണ കൊടിമരത്തിന്റെ മുകളിൽ പാറി കളിച്ചുകൊണ്ട് നിൽക്കുന്ന 16-ൽ പരം വരുന്ന സ്വർണ്ണ ആലിലകളിൽ 16-ൽ 12-ഉം കട്ടു. മുരാരിയോട് എസ്ഐറ്റ് ചോദിച്ചു, എവിടെ ആലില? അത് പാറിപ്പോയി, പറന്നുപോയെന്ന്. ശബരിമലയിലെ കൊടിമരത്തിന്റെ മുകളിലെ സ്വർണം കാറ്റത്ത് പാറിപ്പോയത്രേ. ഇതല്ലേ എങ്ങനെയാണ് വാസു പുറത്തിറങ്ങിയത്? എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങിയത്? കുറ്റപത്രം കൊടുത്തില്ല. ആരാ കുറ്റപത്രം കൊടുക്കേണ്ടത്? SIT എന്താ കൊടുക്കാത്തത്? മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം. സമയത്ത് എത്ര ദിവസത്തിനുള്ളിൽ കുറ്റപത്രം കൊടുക്കണം? 90 ദിവസത്തിനുള്ളിൽ കൊടുക്കണം. 90 ദിവസത്തിനുള്ളിൽ കൊടുത്തോ? കൊടുത്തില്ല. കൊടുക്കാത്ത കാര്യം എന്താണ്? ഇവർക്ക് ജാമ്യം കിട്ടണം. ഇവർക്ക് ജാമ്യം കിട്ടാൻ ഒത്തുകളിച്ച പിണറായി വിജയനോട് അയ്യനയ്യപ്പ സ്വാമിയുടെ ശരണകീർത്ത മന്ത്രങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നു, നീയൊക്കെ തോറ്റ് തൊലഞ്ഞ് പണ്ടാരമടങ്ങിക്കൊണ്ട് പോട്ടെ. ഇത് വെറും ക്ഷേത്രമല്ല. നിങ്ങൾ ആ 18 പടി കണ്ടോ? നിങ്ങൾ ആ 18 പടി കണ്ടോ? അത് വെറും പടിയല്ല. എന്ത് പടിയാണത്? നിങ്ങൾ ഇരുമുടി കെട്ടെടുക്കുന്നു. 2 മുടികളാണ്. ഒന്നാമത്തെ മുടിയിൽ നാളികേരം, കൽക്കണ്ടം, ഭക്ഷ്യയോഗ്യമായ സാധനങ്ങളാണ്. അവലാണ്, പൊരിയാണ്. രണ്ടാമത്തെ മുടിയിൽ നെയ് തേങ്ങയാണ്. എന്താണ് നെയ് തേങ്ങ? അത് സൂക്ഷ്മ ശരീരത്തെയും സ്ഥൂല ശരീരത്തെയും സൂചിപ്പിക്കുന്നു. ഇവിടെ പ്രസംഗിച്ചു കൊണ്ട് നിൽക്കുന്ന BRM ഷഫീറിന്റെ ഈ സ്ഥൂല ശരീരം നിങ്ങൾക്ക് കാണാം. പക്ഷേ എൻ്റെ പ്രസംഗിച്ചു കൊണ്ട് നിൽക്കുന്ന എൻ്റെ റൂഹ്, എൻ്റെ പ്രാണൻ നിങ്ങൾക്ക് കാണാൻ പറ്റൂല. അതുപോലെ തേങ്ങയുടെ ചിരട്ട സ്ഥൂല ശരീരം, തേങ്ങയ്ക്കകത്തുള്ള പരിപ്പ് സൂക്ഷ്മ ശരീരം. അതിൽ നെയ് നിറയ്ക്കുന്നു, ഇരുമുടി കെട്ടുന്നു, 41 ദിവസം വ്രതമെടുക്കുന്നു, ദീക്ഷ വടിക്കാതെ, മീശ വടിക്കാതെ, അവിടെ സസ്യാഹാരം മാത്രം കഴിച്ച്, ചെരുപ്പ് ധരിക്കാതെ, ഒരു കൊല്ലത്തിലെ മുഴുവൻ സമ്പാദ്യത്തിൽ നിന്നും മാറ്റിവെച്ച സമ്പാദ്യമെടുത്ത് കൊച്ചുമക്കളെയും രക്ഷകർത്താക്കളെയും കൂട്ടി കാൽനടയായിട്ട് ഭക്തൻ പോകുന്നു. അവിടെ കാണിക്കയിടുന്നു. ആ കാണിക്കയിടുമ്പോൾ 1-ാമത്തെ പടി മുതൽ 5-ാമത്തെ പടി വരെ പവിത്രമാക്കപ്പെട്ട പടിയാണ്. എന്താണ് 5 പടികൾ? 5 പടികളിൽ ഇരുമുടി കെട്ടുമായി ഒരാൾ 1-ാമത്തെ പടിയിൽ ചവിട്ടുമ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടുള്ള പാപം, കണ്ണുകൾ കൊണ്ടുള്ള പാപം അവിടെ തീരും. 2-ാമത്തെ പടിയിൽ നാവ് കൊണ്ടുള്ള പാപം തീരും. 3-ാമത്തെ പടിയിൽ നിങ്ങൾ ആലോചിക്കുക, ചെവി കൊണ്ട് കേട്ട പാപങ്ങൾ തീരും. 4-ാമത്തെ പടിയിൽ മൂക്ക് കൊണ്ട് ശ്വസിച്ച പാപങ്ങൾ തീരും. 5-ാമത്തെ പടിയിൽ ത്വക്ക് കൊണ്ട് സ്പർശിച്ച പാപങ്ങൾ തീരും. 5 പടികൾ. 6 മുതൽ 8 വരെയുള്ള പടികൾ അഷ്ടരാഗങ്ങളാണ്, 8 സ്വഭാവങ്ങളാണ്. എന്തൊക്കെയാണത്? കാമം, ക്രോധം, മോഹം, ലോഭം, മദം, മാത്സര്യം, ഡംബ്, അസൂയ, അഹന്ത. 8 എണ്ണം. ഒരാൾ ഇരുമുടി കെട്ടുമായി 6-ാമത്തെ പടിയിൽ ചവിട്ടുമ്പോൾ കാമം കൊണ്ടുണ്ടായ പാപം, കാമം, മോഹം, ലോഭം, മദം, മാത്സര്യം, ഡംബ്, അസൂയ. 8ഉം 5ഉം എത്രയായി? 13 പടികൾ. 13 പടികൾ കഴിഞ്ഞാൽ 3 പടികൾ ത്രിഗുണങ്ങളാണ്. അത് മനുഷ്യന്റെ സത്യഗുണമുണ്ട്, അതുപോലെ തന്നെ രജക ഗുണങ്ങളുണ്ട്. അതുപോലെ രജക ഗുണവും സത്യഗുണവും ഉൾപ്പെടെയുള്ള ഗുണങ്ങളെ 3 പടികളിൽ ആവാഹിക്കുന്നു, ആർജിക്കുന്നു. എത്ര പടിയായി? 16 പടിയായി. 17-ാമത്തെ പടിയിൽ നിങ്ങൾ ഇതുവരെ പഠിച്ച മുഴുവൻ ശസ്ത്രവും അസ്ത്രവും വിദ്യയും വായനയും അറിവും എല്ലാം അവിടെ വീഴും, വിദ്യ വീഴും. 18-ാമത്തെ പടിയിൽ ഇതുവരെ നമ്മൾ പഠിക്കാതിരുന്ന മുഴുവൻ അവിദ്യയും അവിടെ വീഴും. പാപം മാറി, പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടുള്ള പാപം മാറി, അഷ്ടരാഗങ്ങൾ മാറി, ത്രിഗുണങ്ങളെ ആർജിച്ചു. അതിനുശേഷം വിദ്യയെ കൈവിട്ടു, അവിദ്യയെ കൈവിട്ടു. അയാൾ ഒരു പഞ്ഞിക്കെട്ട് പോലെയായി. അയാൾ മുകളിലെത്തി. 18-ാമത്തെ പടിയിൽ നിന്നും മുകളിലേക്ക് നോക്കുമ്പോൾ അവിടെ എഴുതി വച്ചിരിക്കുന്നു, തത്വമസി. നീ ആരെ തിരഞ്ഞു വന്നോ അത് നീ തന്നെയാണ്. നീ കയറി വന്ന നീ ഉണ്ടല്ലോ, നീ ഇപ്പോ എന്നെ പോലെയായിട്ട് മാറി. കയറി വന്നവനും ഇരിക്കുന്നയാളും ഇങ്ങനെ യോഗനിഷ്ഠാഭാവത്തിൽ കഠിന തപസ്സിലിരിക്കുന്ന
അയ്യപ്പനും ഒന്നാകുന്ന മനോഹരമായ കാഴ്ച. ആ കാഴ്ചയിലാണ് നിങ്ങൾ തൊട്ടത്. CPM-ന് പൊള്ളും, ബാലുശ്ശേരിയിൽ പൊള്ളും, കോഴിക്കോട്ട് പൊള്ളും. ഹൈന്ദവ വിശ്വാസികളുടെ സനാതന ധർമ്മത്തിൽ മാത്രമല്ല, മുഴുവൻ മലയാളികളുടെയും മനസ്സിലാണ് പിടച്ചിലുണ്ടായത്. ശബരിമലയിൽ കട്ടപ്പോ ആ കട്ടവർ പുറത്തിറങ്ങുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു വേദനയുണ്ട്. ആ വേദന ഒരു നീറ്റലാണ്. ഈ തിരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കും. തീർന്നില്ല. നിങ്ങൾക്കറിയുമോ, ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ CPM-ന്റെ ന്യൂനപക്ഷ ലൈൻ മാറി. CPM-ന് ഒരു കാര്യം മനസ്സിലായി, ഇനി ന്യൂനപക്ഷത്തിന്റെ വോട്ടൊന്നും അവർക്ക് കിട്ടൂല. അവർ രാഹുൽ ഗാന്ധിയുടെ പിറകെ പോയി. അങ്ങനെയാണെങ്കിൽ അടുത്ത വോട്ട് പിടിക്കാൻ എന്താണ് വഴി? RSS ആവുക, BJP ആവുക, RSS-ന്റെയും BJP-യുടെയും ലൈനിലേക്ക് മാറുക. ആരാണ് തുടങ്ങിയത്? ശ്രീ ഗോവിന്ദൻ സഖാവാണ് തുടങ്ങിയത്. എങ്ങനെ തുടങ്ങി? പ്രിയങ്ക ഗാന്ധിയുടെ വിജയത്തിന്റെ പുറകിൽ SDPI-യും ജമാഅത്ത് ഇസ്ലാമിയും. ഓർമ്മയുണ്ടോ? രണ്ടാമത് ശ്രീ MV ഗോവിന്ദൻ സഖാവ് പറഞ്ഞു, ഞങ്ങൾ RSS-ഉമായിട്ട് പല ധാരണയും മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും അവസാനം എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ കേട്ടുകൊണ്ട് നിൽക്കുന്ന നിങ്ങളോട് പറയുന്നു, പിണറായി വിജയൻ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് അല്ല. പിണറായി വിജയൻ രാഷ്ട്രീയത്തിൽ RSS-നും BJP-ക്കും വിധേയനായ ഒരു 1-ാം നമ്പർ കമ്മ്യൂണിസ്റ്റ് സംഖ്യയായി കേരളത്തിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്കറിയോ, ജോസഫ് മുണ്ടശ്ശേരി മുതൽ CH മുഹമ്മദ് കോയ സാഹിബ് മുതൽ ബേബി ജോൺ സാറ് മുതൽ TM ജേക്കബ് സാറ് മുതൽ PJ ജോസഫ് മുതൽ ET മുഹമ്മദ് ബഷീർ വരെ നമ്മുടെ മന്ത്രിമാർ സെക്കുലറായിട്ടാണ് വിദ്യാഭ്യാസ മേഖലയെ നയിച്ചത്. നമ്മുടെ വിദ്യാഭ്യാസ നയം സെക്കുലറാണ്, മതേതരത്വമാണ്. മോഡി പറഞ്ഞു, അമിത്ഷാ പറയുകയാണ്, ഇനി ഈ നയം പഠിപ്പിക്കേണ്ട, നമുക്ക് പഠിപ്പിക്കേണ്ടത് വിചാരധാരയാണ്, നമുക്ക് പഠിപ്പിക്കേണ്ടത് ബഞ്ച് ഓഫ് തോട്ട്സ് ആണ്. 1000 പ്രസംഗമാണ് ഗോൾവാൾക്കറിന്റെ ബഞ്ച് ഓഫ് തോട്ട്സ്. 1000 പ്രസംഗങ്ങൾ ഇനി മുതൽ കുട്ടികൾ പഠിച്ചാൽ മതി. മരുമോനെയും അമ്മായി അച്ഛനെയും കൂടി അമിത്ഷാ വിരുന്നിന് വിളിച്ചു. കണ്ടോ? TV-യിലൊക്കെ കണ്ടാണല്ലോ. സാധാരണ അമിത്ഷാ മുഖ്യമന്ത്രിമാരെ കാണുന്നത് ഓഫീസിലാണ്, എന്നാൽ വീട്ടിൽ കൊണ്ട് വിളിച്ചു. ആരെ വീട്ടിൽ? അമിത്ഷായുടെ ഔദ്യോഗിക വസതിയിൽ വിളിച്ചു. ആരെയൊക്കെ? മുഖ്യമന്ത്രിയെയും മരുമകനെയും വിളിച്ചു. വിദ്യാഭ്യാസ മന്ത്രിയെ പ്രത്യേകം വിളിച്ചിട്ട് പറഞ്ഞു, കരാറിൽ ഒപ്പിടുക 1400 കോടി. 1400 കോടി രൂപയ്ക്ക് വേണ്ടി കേരളത്തിൻ്റെ മതേതര വിദ്യാഭ്യാസത്തെ BJP-യുടെ സംഘപരിവാറിന് വിറ്റ PM ശ്രീയിൽ CPI-യും മുന്നണിയും പാർട്ടിയും അറിയാതെ ഒപ്പിട്ട പിണറായി വിജയൻ RSS ആണോ കമ്മ്യൂണിസ്റ്റ് ആണോ? എൻ്റെ ചോദ്യം. എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ അപ്പുറത്ത് കേട്ടുകൊണ്ട് നിൽക്കുന്ന CI2-കാരോടാണ്, ഇനി നിങ്ങൾക്ക് തൊഴിൽ തർക്കവുമായി ബന്ധപ്പെട്ട് ഒരാൾക്കും ഇനി കോടതിയിൽ പോകാൻ പറ്റൂല. ഇനി ഒരൊറ്റ തൊഴിൽ തർക്കവുമായി ബന്ധപ്പെട്ട് ഒരു CI2-കാരനും ലേബർ കോടതിയിലും ലേബർ ട്രിബ്യൂണലിലും പോവാൻ പറ്റൂല. കാര്യം, തൊഴിൽ അംഗീകരിക്കുന്നില്ല. ഏത് നയം? ലേബർ കോഡ്. ആര് കൊണ്ടുവന്നു? അമിത്ഷാ. ആരൊപ്പിട്ടോ? പിണറായി വിജയൻ. ആർക്കെതിരെ ഒപ്പിട്ടോ? തൊഴിലാളികൾക്കെതിരെ. എന്നൊപ്പിട്ടോ? കഴിഞ്ഞ അങ്ങേ മാസം. ആരോടെങ്കിലും ചർച്ച ചെയ്തോ? ആരോടും ചർച്ച ചെയ്തില്ല. ആരോടെങ്കിലും പറഞ്ഞോ? CI2-കാരോട് പോലും പറഞ്ഞില്ല. എന്തിന്? ഈ ഇളമരം കരീമിനോട് പോലും പറഞ്ഞില്ല. ലേബർ കോഡിൽ ഒപ്പിട്ടു, RSS-ഉമായിട്ട് ചേർന്ന് ഒപ്പിട്ടു. എൻ്റെ ചോദ്യം, പിണറായി വിജയൻ തൊഴിലാളി വർഗ സർവാധിപത്യ പാർട്ടിയുടെ പാർട്ടിയാണോ അമിത്ഷായുടെ അനുയായിയാണോ? എൻ്റെ ചോദ്യം. നിങ്ങളുടെ തൊട്ടടുത്ത ജില്ല മലപ്പുറം ജില്ലയാണ്. മലപ്പുറം ജില്ലയിൽ ജീവിക്കുന്നവർക്കറിയില്ലേ അവിടെ മതേതരത്വമുണ്ടെന്ന്? ഇപ്പൊ അവിടെ ഇത് നടന്നല്ലോ, കുംഭമേള നടന്നപ്പോ ആരെങ്കിലും ഒരു വർഗീയ പരാമർശമെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞതായിട്ട് ആരെങ്കിലും കേട്ടോ? കേട്ടില്ല. എന്ന് മാത്രമല്ല, മലബാറിലെ മലപ്പുറം ജില്ലയിൽ കുംഭമേള തുടങ്ങിയപ്പോ അതിന് എല്ലാ സൗകര്യവും മലപ്പുറത്തുകാർ ചെയ്തു കൊടുത്തു. ആ മലപ്പുറം ജില്ലയെ തീവ്രവാദികളുടെയും സ്വർണ്ണക്കടത്തുകാരുടെയും ജില്ലയെന്ന് പിണറായി വിജയൻ പ്രസ്താവന നടത്തി. എവിടെയാണ് പ്രസ്താവന നടത്തിയെന്നറിയോ? ഡൽഹിയിൽ. ആരുടെ മുമ്പിൽ വെച്ച്? കെയ്സൻ എന്ന് പറയുന്ന RSS അനുകൂല
നിലപാടുള്ള ഒരു ഏജൻസിയുടെ മറവിലാണ് പിണറായി വിജയൻ പറഞ്ഞത്. എൻ്റെ ചോദ്യം ഇതാണ്, മലപ്പുറം ജില്ലയെ കുറ്റപ്പെടുത്താൻ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ തിരുവനന്തപുരത്ത് പത്രസമ്മേളനം വിളിക്കാത്തത്? എന്തുകൊണ്ട് ഡൽഹി തിരഞ്ഞെടുത്തോ? ഒറ്റ ഉത്തരവേ ഉള്ളൂ, ഡൽഹിയിൽ ചെന്ന് ഇന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞാല് അമിത്ഷാ അറിയൂ. ഇതാണ് പിണറായി വിജയൻ. പിണറായി വിജയൻ ഒരു ബോധ്യമുണ്ട്, RSS സഹായിക്കും. RSSന്റെ വോട്ട് കിട്ടി മൂന്നാമതും തുടർ ഭരണത്തിൽ വരാം. അതിന് ആരെ ദൂതനാക്കാം? ADGP ദൂതനാക്കാം. ആരെ ദൂതനാക്കാം? ADGP ദൂതനാക്കാം. എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു ജാഥ കണ്ണൂർ വഴി കടന്നുപോയി. അതിൽ കേട്ട മുദ്രാവാക്യം ഇങ്ങനെയാണ്, അതിൽ കേട്ട പാട്ട് എങ്ങനെയാണെന്നറിയോ? മരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല, മുട്ടുമടക്കാൻ മനസ്സില്ല. എന്നിട്ട് ആ പാട്ടിൽ പറയുകയാണ്, മുതലാളിത്തമേ മുതലാളിത്തമേ നിൻ മുന്നിൽ മുട്ടുമടക്കാൻ മനസ്സില്ല. അപ്പൊ ആരുടെ മുമ്പിൽ മുട്ടുമടക്കൂല? മുതലാളിയുടെ കയ്യിൽ നിന്നും പണം വാങ്ങില്ല, മുതലാളിയുടെ മുമ്പിൽ മുട്ടുമടക്കില്ല. ആരാണ് മാസപ്പടി വാങ്ങിയത്? ആരാ മാസപ്പടി വാങ്ങിയത്? രാജകുമാരി. ആരുടെ കയ്യിൽ നിന്ന്? നിർത്തിത്തരാം. പ്രതിപക്ഷ നേതാവിനെ സ്വീകരിക്കേണ്ട മുഴുവൻ ആളുകളും പോലീസ് സ്റ്റേഷന്റെ മുമ്പിലേക്ക് പോകണമെന്ന് സംഘാടക സമിതി അറിയിക്കുന്നു. നിശബ്ദരായിട്ട് അങ്ങോട്ട് കടന്നു പോകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്റെ പ്രസംഗം അവസാനിക്കുന്നതിന് മുമ്പ് ആരാണ് പൈസ വാങ്ങിയെന്നറിയോ? ആരാ വാങ്ങിയത്? രാജകുമാരി. ആരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിയത്? മുതലാളിയുടെ കയ്യിൽ നിന്ന്. ഏത് കമ്പനിക്ക് വേണ്ടി? എക്സാലോജിക്കൽ കമ്പനിക്ക് വേണ്ടി. എക്സാലോജിക്കൽ കമ്പനിയുടെ അഡ്രസ് എവിടെയാണെന്നറിയോ? എക്സാലോജിക്കൽ കമ്പനിയുടെ അഡ്രസ് എവിടെയെന്നറിയോ? AKG സെന്ററിന്റെ അഡ്രസ്സിലാണ് എക്സാലോജിക്കൽ കമ്പനി. 10,000ങ്ങളുടെ തൊഴിലാളി പ്രസ്ഥാനത്തിലൂടെ പടുത്തുയർത്തിയ ഒരു പാർട്ടിയുടെ AKG സെന്ററിന്റെ പേരിൽ മകൾ കമ്പനി തുടങ്ങി. കരിമണൽ കർത്തയുടെ കയ്യിൽ നിന്നും മാസപ്പടി വാങ്ങുമ്പോൾ ഇവിടുത്തെ CI2കാർ 1000 രൂപയ്ക്ക് ജോലി ചെയ്തിട്ട് 125 രൂപ പാർട്ടിക്ക് ലഭ്യ കൊടുക്കുകയാണ്. ഇപ്പൊ കമ്മ്യൂണിസം ഇല്ല. എന്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു. 1 രൂപയ്ക്ക് അരി ഉണ്ടായിരുന്നു, ഇപ്പൊ 1 രൂപയ്ക്ക് അരിയുണ്ടോ? 1 രൂപയ്ക്ക് പരിയുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ. 1 രൂപയ്ക്ക് അരിയുണ്ടോ? 10,000കണക്കിന് ആളുകൾക്ക് 1750 കോടി രൂപയുടെ ധനസഹായം കൊടുത്ത കാരുണ്യ ലോട്ടറി വിറ്റ പണം ഉമ്മൻചാണ്ടി കേരളത്തിലെ രോഗികൾക്ക് വിതരണം ചെയ്തു. കാരുണ്യ പദ്ധതി ഇപ്പോൾ ഉണ്ടോ? ക്യാൻസർ രോഗികൾക്ക് വേണ്ടി 3.5 ലക്ഷം രൂപ കൊടുത്ത സുഹൃതം ക്യാൻസർ ചികിത്സാ പദ്ധതി ഉമ്മൻചാണ്ടി പ്രഖ്യാപിച്ചു. ഇപ്പോ ഉണ്ടോ? 1 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള സകല മക്കൾക്കും സൗജന്യ ചികിത്സ കൊടുക്കുന്ന താലോലം പദ്ധതി പ്രഖ്യാപിച്ചു ശ്രീ MK മുനീർ. ഇപ്പോ ഉണ്ടോ? കൂട്ടിരിപ്പുകാർക്ക്, രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് 1000 രൂപ വെച്ച് പ്രഖ്യാപിക്കുന്ന ആരോഗ്യ വയോമിത്രം കേരളത്തിൽ പ്രഖ്യാപിച്ചു. വയോമിത്രം ഇപ്പോ ഉണ്ടോ? 100 കണക്കിന് വരുന്ന പാവപ്പെട്ടവന്റെ കുട്ടി, ശബ്ദമില്ലാത്ത കുട്ടി, സംസാരിക്കാൻ ശേഷിയില്ലാത്ത കുട്ടിക്ക് 5 ലക്ഷം രൂപയുടെ കോക്ലിയർ ഇംപ്ലാന്റേഷൻ ചെവിയിൽ വെച്ചു കൊടുത്ത് ഓപ്പറേഷൻ ചെയ്തു കൊടുത്ത് ആദ്യമായി അമ്മേ എന്ന് വിളിച്ച പദ്ധതി, ആദ്യമായി ഉമ്മ എന്ന് വിളിച്ച പദ്ധതി. ആ പദ്ധതിയുടെ പേര് ശ്രുതി തരംഗം. ആ ശ്രുതി തരംഗം കോക്ലിയർ പ്ലാന്റേഷൻ പദ്ധതി ഇപ്പോ ഉണ്ടോ? ഇല്ല. സാധുക്കളെ നേരിട്ട് ചേർത്ത് പിടിച്ചിട്ട് അനാഥരെയും അഗതികളെയും അത്താഴ പട്ടിണിക്കാരെയും ചെരുപ്പില്ലാത്തവനെയും ഉടുപ്പില്ലാത്തവനെയും സാധുവിനെയും വയറൊട്ടിയവനെയും വയലേലകളിൽ പണിയെടുക്കുന്നവനെയും നിസ്സഹായനെയും ശബ്ദമില്ലാത്തവനെയും ചേർത്തങ്ങോട്ട് പിടിച്ചിട്ട് അവർ ചോദിച്ച പണം എഴുതി കൊടുക്കുന്ന ചികിത്സാ പദ്ധതി, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ പദ്ധതി അന്നുണ്ടായിരുന്നു. ഇപ്പോ ഉണ്ടോ? ഒന്ന് കാണാൻ പറ്റോ? ഉണ്ടായിരുന്നു. സഖാക്കളെ, വികസന സന്ദേശ യാത്ര നടത്തുന്ന സഖാക്കളെ, ഞങ്ങൾ പണിതുപോലെ ഒരു കണ്ണൂർ വിമാനത്താവളം ഈ 10 കൊല്ലത്തിനിടയിൽ അതുപോലെ ഒരെണ്ണം നിങ്ങൾക്കുണ്ടോ? സഖാക്കളെ, ഞങ്ങൾ പണിതുപോലെ കൊച്ചി മെട്രോ പോലെ കോഴിക്കോട് ഒരു മെട്രോയോ തിരുവനന്തപുരത്ത് ഒരു മെട്രോയോ
10 കൊല്ലത്തിനിടയിൽ നിങ്ങൾക്കുണ്ടാക്കാൻ പറ്റിയോ? ഇല്ല. ഞങ്ങൾ വിഴിഞ്ഞം തുറമുഖം ഉണ്ടാക്കിയതുപോലെ ഈ കോഴിക്കോട്ടോ ബേപ്പൂരോ എവിടെയെങ്കിലും അല്ലെങ്കിൽ കൊടുങ്ങല്ലൂരോ ഒരു വൻകിട തുറമുഖം വിഴിഞ്ഞം തുറമുഖം പോലെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റിയോ? പതിനായിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കിട്ടുന്ന സ്മാർട്ട് സിറ്റി പോലെ, കോഴിക്കോടത്തെ ടെക്നോ പാർക്ക് പോലെ. ഇവിടുത്തെ പാർക്കിന് എന്താണ് പേര്? ഇവിടെ പാർക്കുമില്ലേ? അതുപോലത്തെ ഏതെങ്കിലും പാർക്ക് നിങ്ങൾക്കുണ്ടാ? ഇല്ല. മരുമോൻ പറയുന്നു, റോഡ് കെട്ടുന്നത് ഞാൻ. കൂരിയാട് ഇടിഞ്ഞു വീണിയപ്പോ ഇടിഞ്ഞങ്ങോട്ട് വീഴുന്ന സ്ഥലത്തെല്ലാം മരുമോൻ പറയുന്നു, ഈ റോഡ് എന്റേതല്ല, ഈ റോഡിൽ അവന്റെ റോഡാണ്. നന്നായിട്ട് പോകുന്ന സ്ഥലങ്ങളിൽ ഈ റോഡ് എന്റേതാണ്. സെൽഫി. കൂരിയാട് പൊളിഞ്ഞാൽ, എറണാകുളത്ത് തകർന്നാൽ, തൃശ്ശൂരിൽ ഇടിഞ്ഞാൽ അത് ഗഡ്കരിയുടെ റോഡ്. നാണമില്ലേ? മാറ്റമുണ്ടാക്കണം. ഞാനിവിടെ പറയുകയാണ്, ബേപ്പൂര് നമ്മൾ തിരിച്ചു പിടിക്കും. കേരളത്തിൽ ആദ്യം അറിയുന്ന മണ്ഡലം പിണറായിസവും മരുമോനിസവും നിൽക്കുന്ന ബേപ്പൂർ, കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ, പ്രിയപ്പെട്ടവരെ, ഈ പ്രാവശ്യം മറിഞ്ഞിരിക്കും. മിക്കവാറും അവിടെ നിന്ന് വലിച്ചുകൊണ്ട് ഓടും, അങ്ങോട്ട് എവിടെയെങ്കിലും കൊണ്ടുപോകും. ഈ കോഴിക്കോട് ജില്ലയിൽ ബാലുശ്ശേരി മറിയും, കൊയിലാണ്ടി മറിയും, കോഴിക്കോട് നോർത്ത് മറിയും, ഷാഫിയുടെ മൂക്കിലെ ചോര ചിതറിയ പേരാമ്പ്ര മറിയും, നാദാപുരം മറിയും. ഇനി ഏതെങ്കിലും ഉണ്ടോ? കുറ്റ്യാടി കിട്ടിയില്ലേ? ആ കുറ്റ്യാടി മറിയും. തിരുവാമ്പാടി എപ്പോഴേ മറിഞ്ഞു കഴിഞ്ഞു. എലത്തൂര് മറിയും. നാദാപുരമൊക്കെ എപ്പോഴേ പറഞ്ഞു. സകലതും മറിയും. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാക്കയ്ക്കും പൂച്ചയ്ക്കും കൊടുക്കാതെ കയ്യിൽ വെച്ചിരിക്കുന്ന, കക്ഷത്ത് വെച്ചിരിക്കുന്ന സകലതും ഇപ്രാവശ്യം മറിഞ്ഞു വീഴും. ഞാൻ ആവർത്തിക്കുന്നു, വെറുതെ പറഞ്ഞിട്ട് പോവല്ല. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിലെ ഏറ്റവും വലിയ പരാജയം ഇപ്രാവശ്യം നേരിടും. CPIM 23-ൽ താഴെ സീറ്റുകളിലേക്ക് CPIM തകരും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 35-ൽ താഴെ സീറ്റുകളിലേക്ക് താന്നു മറിയും. വൻപിച്ച ഭൂരിപക്ഷത്തിൽ നമ്മുടെ മുഴുവൻ സ്ഥാനാർത്ഥികളും വൻപിച്ച ഭൂരിപക്ഷത്തിൽ ഓരോ സ്ഥലങ്ങളിൽ നിന്നും ജയിച്ചു വരും. ഓരോരുത്തരും ചോദിക്കും, അതും കിട്ടിയ ഇതും കിട്ടിയ എന്ന് ചോദിക്കും. കാരണം കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ചരിത്രത്തിൽ ആദ്യമായി നമ്മൾ പിടിച്ചില്ലേ? ബാലുശ്ശേരി പിടിച്ചില്ലേ? എത്ര കൊല്ലത്തിന് ശേഷം? നിങ്ങൾ ഏതെങ്കിലും ഒന്ന് പറയും. ശരി, ഒന്നിൽ ഉറപ്പിക്കുകയാണ്. 56 കൊല്ലത്തിന് ശേഷം ബാലുശ്ശേരി പിടിച്ചില്ലേ? കോഴിക്കോട് ജില്ലാ പഞ്ചായത്തും കൊല്ലം കോർപ്പറേഷനും മറിഞ്ഞെങ്കിൽ, കോഴിക്കോട് കോർപ്പറേഷനിൽ 4 സീറ്റ് 186 വോട്ടിനാണ് പോയെങ്കിൽ, എത്ര വോട്ടിന്? വെറും 64 വോട്ടിനാണ് കോഴിക്കോട് കോർപ്പറേഷൻ നമുക്ക് കിട്ടാതെ പോയെങ്കിൽ, എഴുതി വച്ചോ, കേരളത്തിലെ ജനങ്ങൾ പിണറായിസത്തിന് അന്ത്യം കുറിക്കുന്ന തിരഞ്ഞെടുപ്പായി ഈ തിരഞ്ഞെടുപ്പിൽ മാറണം. ന്യൂനപക്ഷ പ്രീണനമെങ്കിൽ ന്യൂനപക്ഷ പ്രീണനം, ഭൂരിപക്ഷ പ്രീണനമെങ്കിൽ ഭൂരിപക്ഷ പ്രീണനം. ഇത് രണ്ടും മാറി മാറി കളിക്കുന്ന CPMന്റെ വർഗീയതയുടെ മുമ്പിൽ നിങ്ങളാരും വീണു പോകരുത്. ഇവിടെ പഞ്ചായത്തും പുറമായിട്ട് ജയിച്ചു പോയവരൊന്ന് കൈവയ്ക്ക്. എല്ലാം അങ്ങോട്ടാ. അതിലൊരു ചേച്ചിയുടെ പേര് പറയാൻ പറയും. സുജാത ടീച്ചർ. വേറൊരാളുടെ പേര് പറഞ്ഞേ. ആബിദ അല്ലേ? മംഗളദാസ്. ഇവിടെ സജീച്ചറിയാൻ പറയാണ്, കോഴിക്കോട് ജയിച്ചവരേക്ക് ഒന്ന് നോക്ക്, മലപ്പുറത്ത് ജയിച്ചവനെ എല്ലാം നോക്ക്, ആ ജയിച്ച പെണ്ണുങ്ങളേക്ക് ഒന്ന് നോക്ക്. സജീച്ചറിയാൻ കാണുന്നത് നേരത്തെ പറഞ്ഞ പേരേതാ? എന്ത് ടീച്ചർ? സുജാത ടീച്ചറെ സജീച്ചറിയാൻ കാണൂല. മംഗളദാസിനെയും സജീച്ചറിയാൻ കണ്ടിട്ടില്ല. എന്നാൽ ഐഷ ബീവിയെ സജീച്ചറിയാൻ കാണും.
എന്ന് മുതലാണ് സഖാക്കളെ നിങ്ങൾ RSSനെ പോലെ സംസാരിക്കാൻ തുടങ്ങിയത്? നിങ്ങൾ എന്ന് മുതലാണ് അമിത്ഷായെ പോലെ സംസാരിക്കാൻ തുടങ്ങിയത്? സജി ചെറിയാനെ പോലെ ഉളുപ്പില്ലാത്തവൻ പറയുകയാണ്. എന്താ പറഞ്ഞതെന്നറിയോ? മലപ്പുറത്തും കോഴിക്കോട്ടും ജയിച്ചു വന്നവരുടെ പേര് നോക്കിയാൽ അറിയാം ജയിച്ചവർ ആരെന്ന്. ഇത് RSS പറയില്ല, വിശ്വ ഹിന്ദു പരിഷത്ത് പറയില്ല, സംഘപരിവാരം പറഞ്ഞിട്ടില്ല. പറഞ്ഞത് സജി ചെറിയാനാണ്. ആർക്ക് വേണ്ടി? ആർക്ക് വേണ്ടി? മതധ്രുവീകരണം ഉണ്ടാക്കാൻ. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. മുസ്ലിം ലീഗ് 50 കൊല്ലത്തിലേറെയായി കോൺഗ്രസുമായി ചേർന്ന് നിൽക്കുന്ന പാർട്ടിയാണ്. മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയല്ല. മുസ്ലിം ലീഗ് അവരെ അടയാളപ്പെടുത്തുന്നത് ബൈത്തുർ റഹ്മയിലൂടെയാണ്. മുസ്ലിം ലീഗിനെ അടയാളപ്പെടുത്തുന്നത് CH സെന്ററിലൂടെയാണ്. നാളെ വയനാട്ടിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വയനാട്ടിലെ മുണ്ടകയിലെ സഹോദരന്മാർക്ക് നാളെയോ മറ്റന്നാളോ വീട് കൊടുക്കാൻ പോവാണ്. എത്ര? 125 വീടങ്ങാണ്ടെയാണ്. ഞാൻ സജി ചെറിയാനെ വെല്ലുവിളിക്കുന്നു, ആ ലിസ്റ്റ് ഒന്ന് വായിക്കണം, ആ ലിസ്റ്റിലെ പേരൊന്ന് നോക്കണം. അപ്പോഴറിയാം മുസ്ലിം ലീഗിന്റെ പക്ഷം ഏത് പക്ഷമാണെന്ന് ആ വീട് കിട്ടിയവർക്കറിയാം. ഇല്ലെങ്കിൽ സജി ചെറിയാൻ നേരെ വാ, ഈ വടക്കൻ മലബാറിൽ മുടനീളം ബൈത്തുർ റഹ്മയുടെ വീട് കിട്ടിയവരുടെ പേര് എടുത്തെടുത്ത് ചോദിക്ക്, നിങ്ങൾക്ക് മനസ്സിലാവും മുസ്ലിം ലീഗ് എന്താണെന്ന്. തീർന്നില്ല, നിങ്ങൾ CH സെന്ററുകളിലേക്ക് വാ. CH സെന്ററുകളിൽ രക്തം കൊടുക്കുന്ന ക്യാൻസർ രോഗികളെ പരിചരിക്കുന്നവരുടെ പേരെടുക്ക്. സജി ചെറിയാൻ പേരെടുക്കട്ടെ. പേരെടുത്താൽ മുസ്ലിം ലീഗ് എന്തെന്നറിയും. മുസ്ലിം ലീഗ് എന്താണെന്ന് ഞങ്ങൾക്കറിയുന്നത് കൊണ്ടാണ് ഞങ്ങൾ കോൺഗ്രസ് ചേർന്ന് നിൽക്കുന്നത്, ചേർത്ത് പിടിച്ചിരിക്കുന്നത്. നിർത്തുന്നു. ഒറ്റ കാര്യം കൂടി, നിങ്ങൾ ഇത് തൂക്കിത്തരുമോ? അടിക്കണമെങ്കിൽ ഒരുമിച്ച് കൈയടിക്ക്, ഒരുമിച്ച് മുദ്രാവാക്യം വിളിക്ക്. ജയ് UDF. വീണ്ടും ഉറക്കെ, അതിലും ഉറക്കെ, വീണ്ടും ഉറക്കെ, അതിലും ഉറക്കെ. UDF സിന്ദാബാദ്. ഒരുമിച്ച് വിളിക്ക്, UDF സിന്ദാബാദ്, UDF സിന്ദാബാദ്. ഉയരട്ടെ ഇവിടെ ഉയരട്ടെ, പടരട്ടെ ഇവിടെ പടരട്ടെ, തരംഗമായി തീരട്ടെ. UDF തരംഗമാവട്ടെ. ജയ് ജയ് UDF, ജയ് ജയ് UDF. മുന്നോട്ടങ്ങനെ മുന്നോട്ട്. ജയ് ജയ് UDF. ജയ് ഹിന്ദ്. അടുത്തത്